ജില്ലയിലെ റേഷൻ കടകളിൽ KYC മസ്റ്ററിംഗ് നടത്താനെത്തിയ ആയിരക്കണക്കിന് കാർഡുടമകൾ പൊരിവെയിലത്ത് മണിക്കൂറുകൾ വരി നിന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. തുടരുന്ന സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് മുടങ്ങിയതാണ് കാരണം. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ മസ്റ്ററിംഗ് നടത്തുമെന്ന അറിയിപ്പ് വിശ്വസിച്ച് കാർഡുടമകളും കുടുംബാംഗങ്ങളും 8 മണിക്ക് മുന്നേ എത്തി വരി നിൽപ്പ് തുടങ്ങിയെങ്കിലും ഭാഗികമായി നിർത്തിവെച്ചെന്ന അറിയിപ്പ് ലഭിച്ചത് 11 മണിക്ക് ശേഷമാണ്. ജില്ലയിൽ പലയിടത്തും കാർഡുടമകളും റേഷൻ വ്യാപാരികളുമായി വാക്കേറ്റവും ബഹളവും വരെയുണ്ടായി. വേണ്ടത്ര മുന്നൊരുക്കമോ സാങ്കേതിക സൗകര്യങ്ങളോ ഉറപ്പുവരുത്താതെ മസ്റ്ററിംഗ് നടത്തിയതാണ് വയോധികരെയും രോഗികളുമടക്കം കാർഡുടമകളെ വലച്ചത്. മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ റേഷൻ ലഭിക്കാതിരിക്കുമെന്ന പേടിയിൽ ജോലിക്കാരടക്കം അവധിയെടുത്താണ് രാവിലെ തന്നെ റേഷൻ കടകളിലെത്തിയിരുന്നത്. എന്നാൽ ആധാറുമായി സർവറിനെ ബന്ധിപ്പിക്കുന്നതിൽ തകരാർ തുടർന്നതോടെ മസ്റ്ററിംഗ് നിലക്കുകയായിരുന്നു. ഉടൻ മസ്റ്ററിംഗ് നടത്തി മടങ്ങാമെന്ന ധാരണയിൽ വെള്ളം പോലും കയ്യിൽ കരുതാതെ എത്തിയവർ നിന്ന് കുഴയുകയും ചെയ്തു. റേഷൻ കടകളുടെ മുന്നിൽ റോഡിലും വരാന്തകളിലും പൊരിവെയിലത്തായിരുന്നു കാത്തുനിൽപ്പ്. ഇതിനിടെ മഞ്ഞ കാർഡുകൾക്ക് മാത്രമായി മസ്റ്ററിംഗ് തുടരാമെന്നും മറ്റുള്ള കാർഡുകാർക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റുകയാണെന്നും സർക്കാർ തീരുമാനിച്ചെങ്കിലും ഈ വിവരം റേഷൻ കടകളിലെത്താൻ പിന്നെയും ഏറെ വൈകുകയും ചെയ്തു. ഈ സമയമത്രം ജനം കാത്തുനിൽപ്പ് തുടരുകയായിരുന്നു. ഒടുവിൽ മടങ്ങിപ്പോകാൻ റേഷൻ കടക്കാർ പറഞ്ഞതോടെയാണ് ജനത്തിന്റെ രോഷം കടക്കാർക്ക് നേരെ തിരിഞ്ഞത്. തിരക്കുന്ന കാലത്ത് ഇന്നലത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് തിരക്കുണ്ടായിരുന്നു. പക്ഷേ മാസ്റ്ററിങ് ഒരാളുടെ മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. സെർവർ കംപ്ലൈൻറ്റ് തന്നെയാണ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ മസ്റ്ററിങ് നിർത്തിവെച്ചേക്കാണ്. വൈകിട്ട് മുതൽ റേഷൻ വിതരണം വീണ്ടും പഴയ പോലെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണോ? ആസൂത്രണത്തിൻ്റെ കുറവുണ്ട്. പിന്നെ തന്നെ സെർവറിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു വരുന്നുണ്ട്. അതിനുള്ള കൂടുതൽ നടപടികൾ മന്ത്രി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ പ്രതികരണമാണ്. ആൾക്കാർ ഓട്ടോറിക്ഷയിലും വയ്യാത്ത ആൾക്കാരും അന്യ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ എല്ലായിടത്തും ജനങ്ങളൊരു ബുദ്ധിമുട്ടല്ലേ, പ്രത്യേകിച്ച് ചൂടൊക്കെ ആയി കാരണേ ആൾക്കാർ കുറേ വന്ന് പോയി. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെ. അതിലിപ്പോൾ വയസ്സായവരും വയോധികരും ഒക്കെയാണ് ഇതിൽ ദുരിതം അനുഭവിക്കുന്നത്. അതെ, അത് ശരിയാണ്. വയസ്സായവരും വയോധികരും എല്ലാവരും വരണമല്ലോ. അപ്പോൾ പിന്നെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് പറഞ്ഞായിരുന്നു. ഒരു പാളിച്ചയുടെ ഭാഗമായിട്ടല്ലേ ഇത് വന്നിരിക്കുന്നത്? ആസൂത്രണം ചെയ്തതിലുള്ള ഒരു പാളിച്ചല്ലേ? ആസൂത്രണത്തിൻ്റെ പാളിച്ചയാവാൻ സാധ്യതയുണ്ട്. ആസൂത്രണത്തിൻ്റെ പാളിച്ചയാണ്. അതായത് സെർവർ ഇത്ര ഡൗൺ ആവുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അത് റെഡിയാക്കിയിട്ട് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ വന്നിട്ട് കാലത്ത് വരും, കുറച്ച് നേരം നോക്കും. അപ്പോൾ മസ്റ്ററിങ് ശരിയാവില്ല. അപ്പോൾ അവർ വീണ്ടും മടങ്ങിപ്പോവും. അവർ നാളെ വരാൻ പറയും. അപ്പോൾ നാളെ വരുമ്പോൾ വീണ്ടും അവർ ആ ജോലി കളഞ്ഞിട്ട് വീണ്ടും വരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും പോകും. വീണ്ടും ശരിയായിട്ടൊന്നുമില്ല. അപൂർവ ആൾക്കാർക്ക് മാത്രമാണ് ശരിയാവുന്നത്. റേഷൻ മസ്റ്ററിംഗ് നടത്തുമ്പോൾ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സകല സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന പൊതുവിതരണ വകുപ്പിന്റെ തീരുമാനമാണ് ഇതുമൂലം പാഴായത്. താലൂക്ക് സപ്ലൈ ഓഫീസർമാരും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും ഇടപെട്ട് റേഷൻ കടകളിൽ അനുബന്ധ സൗകര്യമൊരുക്കണമെന്ന തീരുമാനവും പൊളിഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷൻ ഉറപ്പാക്കൽ, കുടിവെള്ള സൗകര്യമൊരുക്കൽ എന്നിവ നിർബന്ധമായി ചെയ്യണമെന്ന അടിസ്ഥാന നിർദ്ദേശം ഒട്ടുമിക്കയിടങ്ങളിലും പാലിക്കപ്പെട്ടുമില്ല. വയോധികർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും എല്ലായിടത്തും വയോധികർ വെയിലത്തു തന്നെ നിൽക്കേണ്ടതായും വന്നു. അന്വേഷണ ന്യൂസ്, തൃശൂർ.